KTU 2019 scheme, Tripoli branch, 5th semester, Power System 1, Module 3. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു സിംഗിൾ കോർ കേബിളിൽ ഉണ്ടാകുന്ന ഡയലക്ട്രിക് സ്ട്രെസ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടക്ടറിൻ്റെ അകത്ത് 0 ആയിരിക്കും, കണ്ടക്ടറിൻ്റെ സർഫസിൽ മാക്സിമം ആയിരിക്കും. കണ്ടക്ടറിൻ്റെ സർഫസിൽ നിന്ന് ഇൻസുലേഷൻ്റെ റീജിയനിലോട്ട് അല്ലെങ്കിൽ ആ കേബിളിൻ്റെ ഔട്ടർ റീജിയനിലോട്ട് മൂവ് ചെയ്യും തോറും ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീനെ തന്നെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. നമുക്കതിൽ ആ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ ഫൈനൽ ഇക്വേഷൻ നോക്കിയാൽ കാണാൻ പറ്റും. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു കേബിളിലെ കണ്ടക്ടറിൽ നിന്ന് പുറത്തെ ഷീറ്റിലേക്ക് മൂവ് ചെയ്യും തോറും ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് കുറഞ്ഞു വരും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കേബിളിൻ്റെ നടുക്ക് കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ ഇൻസുലേഷൻ ഷ്രിങ്ക് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസുലേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കേബിളിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ദ ഇൻസുലേഷൻ ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് നമുക്ക് യൂണിഫോം ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഗ്രേഡിംഗ് ഓഫ് കേബിൾസ് എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് കാണാം ജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ, പെർമിറ്റിവിറ്റി എപ്സിലോൺ ആണെന്ന് കാണാം. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പെർമിറ്റിവിറ്റി വേരി ചെയ്യാൻ പറ്റും. അതുപോലെ ലാസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കാണാം ജി ഈസ് ഈക്വൽ ടു V/X ഇൻറ്റു അങ്ങനെ ഒരു റിലേഷനും കാണാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊട്ടൻഷ്യൽ, അതായത് ഈ കേബിളിൻ്റെ അകത്തെ ഇൻസുലേഷൻ്റെ പൊട്ടൻഷ്യൽ വേരി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക്, അല്ലെങ്കിൽ വോൾട്ടേജ് വേരി ചെയ്താലും നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് വേരി ചെയ്തിട്ട് അത് കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സാണ് നമ്മൾ ഗ്രേഡിംഗ് ഓഫ് കേബിൾസിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ് ആണ്. ഇതിലപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ഒരു ഹോമോജീനിയസ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിന് പകരം ഡിഫറെൻറ്റ് ഡയലക്ട്രിക് ഉള്ള ഡിഫറെൻറ്റ് ലെയറുള്ള ഇൻസുലേഷനാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഓരോ ഇൻസുലേഷൻ്റെ ലെയറിനും നമ്മൾ ഡയലക്ട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കൂടും തോറും ഡയലക്ട്രിക്സ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മൾ ഓരോ ലെയറിലും ഡയലക്ട്രിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടക്ടറിൻ്റെ സർഫസിൽ മാക്സിമം ജിയിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ ലെയറിലും എപ്സിലോൺ വേരി ചെയ്യാണ്, അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി വേരി ചെയ്യാണ്. അപ്പോൾ ഓരോ ലെയറിലും നമുക്ക് ആ ജി മാക്സ് മാക്സിമത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. സോ നമുക്കത് യൂണിഫോം ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. രണ്ടാമത്തെ മെത്തേഡ് ഇൻ്റർഷീറ്റ് ഗ്രേഡിംഗ് ആണ്. ഇതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 2 പോയിൻറ്റ്സിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്യും. അത് വേരി ചെയ്തിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യണത് ഡിഫറെൻറ്റ് മെറ്റാലിക് ഇൻ്റർഷീറ്റുകളാണ്. ഇൻ്റർഷീറ്റ്സിൻ്റെ പെർമിറ്റിവിറ്റി സെയിം ആയിരിക്കും, പക്ഷേ ഓരോ ഇൻ്റർഷീറ്റും നമ്മൾ ഓരോ പൊട്ടൻഷ്യലിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഡിഫറെൻറ്റ് ഷീറ്റുകൾ ഡിഫറെൻറ്റ് വോൾട്ടേജിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ വേരിയേഷൻ ഇൻ വോൾട്ടേജ് ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതനുസരിച്ച് നമുക്ക് ഓരോ ഇൻ്റർഷീറ്റുകളിലും പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് മാക്സിമത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്ക് കൊറോണയാണ്. നമ്മൾ കണ്ടക്ടേഴ്സിൻ്റെ അക്രോസ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ കണ്ടക്ടേഴ്സിൻ്റെ ചുറ്റുമുള്ള എയറിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്യും. എയറിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്ത് അതൊരു 30 kV/cm ഒക്കെ എത്തിക്കഴിയുമ്പോൾ അവിടെ എയറിൽ അയനൈസേഷൻ ഉണ്ടാവും. ഈ അയനൈസേഷൻ കാരണം അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും ഒരു വയലറ്റ് ഗ്ലോ, ഒരു ഹിസ്സിങ് നോയ്സും ഓസോൺ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനും ഉണ്ടാവും. ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ കൊറോണ എന്ന് വിളിക്കുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് ഈ കൊറോണേനെ എഫക്റ്റ് ചെയ്യും. അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ്, കണ്ടക്ടറിൻ്റെ സൈസ്, പിന്നെ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ്, പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈനിൻ്റെ വോൾട്ടേജ്. ഇത്രയും ഫാക്ടേഴ്സാണ് കൊറോണയുടെ ഒക്കറൻസിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. കൊറോണയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഈസി ആയിട്ടുള്ള 2-3 പോയിൻറ്റ്സ് നോക്കി വയ്ക്കാം. ഇനി ഈ കൊറോണയുടെ എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ടറിൻ്റെ സൈസ് കൂട്ടാം, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ് കൂട്ടാം. അടുത്തത് അണ്ടർഗ്രൗണ്ട് കേബിൾസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസും ടൈപ്സൊക്കെയാണ്. അത് ഏതെങ്കിലും 2-3 ടൈപ്സ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് ആണ്. ഒരു ലോസ്ലെസ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസിനെയാണ് നമ്മൾ സർജ് ഇമ്പിഡൻസ് എന്ന് വിളിക്കുന്നത്.
ലോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സീരീസ് ഇൻഡക്റ്റൻസും അതുപോലെ ഷണ്ട് കപ്പാസിറ്റൻസും നെഗ്ലിജിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഇക്വേഷൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് V/I √L/C എന്ന് കിട്ടും. ഈ റേഷ്യോനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് Z0 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്തൊക്കെ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ എന്നുള്ളതാണ് നെക്സ്റ്റ് പേജിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് DC ലിങ്ക്സ് ആണ്. ഇത് നമ്മൾ ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ DC ലിങ്ക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ മോണോപോളാർ ലിങ്ക് ആണ്. അപ്പോൾ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ സോഴ്സ് സൈഡിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന വോൾട്ടേജിനെ നമ്മൾ AC ആയിരിക്കും, അത് DC ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊരു കൺവേർട്ടർ ഉണ്ടാവും. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് എത്തുമ്പോൾ തിരിച്ച് നമ്മൾ ആ DC വോൾട്ടേജിനെ AC ആക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട് തിരിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അപ്പോൾ സെൻഡിങ് എൻഡിലും റിസീവിങ് എൻഡിലും നമുക്ക് ട്രാൻസ്ഫോമറും അതുപോലെ കൺവേർട്ടേഴ്സും കാണാം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ മോണോപോളാർ ലിങ്ക് എന്ന് പറയുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വൺ കണ്ടക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്മിഷൻ എപ്പോഴും കറണ്ടിന് ഗോ പാത്തും റിട്ടേൺ പാത്തും വേണം. അപ്പോൾ സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ റിട്ടേൺ പാത്തായിട്ട് ആക്ട് ചെയ്യണത് എയ്തർ ഗ്രൗണ്ട് ആയിരിക്കും, അതല്ലെങ്കിൽ സീ വാട്ടർ. രണ്ടാമത്തേത് ബൈപോളാർ ലിങ്ക് ആണ്. ഇതിൽ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, ഒരെണ്ണം ഗോ പാത്തും മറ്റേത് റിട്ടേൺ പാത്തായിട്ട് ആക്ട് ചെയ്യും. അറ്റ് ദ സെയിം ടൈം സെൻഡിങ് എൻഡിലും റിസീവിങ് എൻഡിലും ഉള്ള കൺവേർട്ടേഴ്സ് എർത്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു കണ്ടക്ടറിന് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ റിട്ടേൺ പാത്തായിട്ട് ഈ ഗ്രൗണ്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് റേറ്റഡ് പവറിൻ്റെ ഹാഫ് ദ ലോഡ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഫോൾട്ട് ഉണ്ടെങ്കിലും. നെക്സ്റ്റ് വൺ ഹോമോപോളാർ ലിങ്ക് ആണ്. ഇതിൽ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, പക്ഷേ രണ്ടും സെയിം പൊളാരിറ്റി ആയിരിക്കും. ഇതിൽ ഗ്രൗണ്ട് ആയിരിക്കും റിട്ടേൺ പാത്തായിട്ട് ആക്ട് ചെയ്യണത്. അപ്പോൾ ഒരു കണ്ടക്ടറിൽ ഫോൾട്ട് വന്നാലും നമുക്ക് ആ കൺവേർട്ടറിനെ ഗ്രൗണ്ടും മറ്റേ കണ്ടക്ടറും വെച്ചിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മോർ ദാൻ ഹാഫ് റേറ്റഡ് പവർ ഫോൾട്ടി കണ്ടീഷനിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫാക്സ് ആണ്, ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റംസ്. നമുക്കറിയാം നമ്മളുടെ പവർ സിസ്റ്റത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പവർ കൺട്രോള് നമ്മൾ കപ്പാസിറ്റേഴ്സും റിയാക്ടേഴ്സൊക്കെ സ്വിച്ച് ഇൻ സ്വിച്ച് ഔട്ട് ചെയ്തിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സും റിയാക്ടേഴ്സും എല്ലാം സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ഇൻ ചെയ്യാനും സ്വിച്ച് ഔട്ട് ചെയ്യാനും തൈറിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസാണ് ഫാക്സ്. അപ്പോൾ ആ പവറിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കാണാം വോൾട്ടേജ്, സെൻഡിങ് എൻഡ് വോൾട്ടേജ്, അതുപോലെ ലോഡ് ആംഗിൾ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻ്റെ റിയാക്റ്റൻസ്, ഇത്രയും ഫാക്ടേഴ്സ് നമുക്ക് വേരി ചെയ്താൽ ട്രാൻസ്മിഷൻ പവർ വേരി ചെയ്യാം. ഈ മൂന്ന് ഫാക്ടേഴ്സും വേരി ചെയ്യാനായിട്ട് നമ്മൾ തൈറിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. നെക്സ്റ്റ് പേജിൽ ടൈപ്സ് ഓഫ് ഫാക്സ് ഡിവൈസസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഷണ്ട് ഉണ്ട്, സീരീസ് ഉണ്ട്, പിന്നെ കമ്പൈൻഡ് കോമ്പൻസേറ്റേഴ്സും ഉണ്ട്. അതിൽ തന്നെ ഷണ്ടിൻ്റെയും സീരീസിൻ്റെയും കമ്പൈൻഡിൻ്റെയും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസും അതുപോലെ ഫാക്സ് എവിടേക്കാണ് ആപ്ലിക്കേഷൻസ് വരുന്നതെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും രണ്ട് ടൈപ്പ് ഡിവൈസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ടൈപ്പ് ഡിവൈസാണ് സ്റ്റാറ്റിക് VAR കോമ്പൻസേറ്റർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് റിയാക്റ്റീവ് പവർ കോമ്പൻസേറ്റർ. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒന്ന് അതൊരു സ്റ്റാറ്റിക് കോമ്പൻസേറ്റർ ആണ്, അതായത് അതിൽ റൊട്ടേറ്റിംഗ് പാർട്സ് ഉണ്ടാവില്ല. അതുപോലെ VAR കോമ്പൻസേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മൾ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഈ SVCയിൽ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തൈറിസ്റ്റർ സ്വിച്ചസും അതോടൊപ്പം തന്നെ ഹൈ വോൾട്ടേജ് AC കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ എയർ കോർ റിയാക്ടേഴ്സ്, ഇത്രയും ബിൽഡിംഗ് ബ്ലോക്സാണ് നമ്മൾ SVCയിൽ മെയിനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ തൈറിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കപ്പാസിറ്റൻസ് വേരി ചെയ്യാൻ പറ്റും. ആ ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന തൈറിസ്റ്റേഴ്സിൻ്റെ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പ് തൈറിസ്റ്റർ സ്വിച്ച്ഡ് റിയാക്ടറാണ്. അപ്പോൾ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് റിയാക്റ്റൻസ് ആണ്. മൂന്നാമത്തെ ടൈപ്പിൽ കപ്പാസിറ്ററും കാണാം റിയാക്ടറും കാണാം, പക്ഷേ അവിടെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്, റിയാക്ടറിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യണത്. നാലാമത്തെ ഫിഗറിൽ നമുക്ക് കാണാം രണ്ടും ഉണ്ട്, രണ്ടിലും അതായത് റിയാക്ടറുണ്ട് കപ്പാസിറ്ററുണ്ട്, രണ്ടിലും ആൻറ്റി പാരലൽ തൈറിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ഈ തൈറിസ്റ്റേഴ്സ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ സ്റ്റാറ്റിക് കണ്ടൻസർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കോമ്പൻസേറ്റർ ആണ്. നമ്മൾ ഓൾറെഡി
പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് എക്യുപ്മെൻ്റായിട്ട് സിങ്ക്രണസ് കണ്ടൻസറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ സിമ്മിൽ പഠിച്ചിട്ടുണ്ട്. ആ സെയിം സാധനം മോട്ടറിന് പകരം നമ്മൾ തൈരിസ്റ്റർ സ്വിച്ചസ് യൂസ് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിക് കണ്ടൻസർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗറിൽ കാണാൻ പറ്റും. അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെ നമ്മളൊരു ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പാസിറ്ററും വെച്ചിട്ടുണ്ട്. ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ ലൈൻ വോൾട്ടേജിനേക്കാളും ഹയർ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റ്കോം അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു കപ്പാസിറ്റർ ആയിട്ടായിരിക്കും. അപ്പോൾ റിയാക്റ്റീവ് പവർ ജനറേഷനാണ് ഉണ്ടാവുക. അതല്ല, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലൈൻ വോൾട്ടേജിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ആ കണ്ടൻസർ അവിടെ ആക്ട് ചെയ്യണതൊരു ഇൻഡക്ടർ ആയിട്ടായിരിക്കും. അപ്പോൾ അവിടെ റിയാക്റ്റീവ് പവർ അബ്സോർപ്ഷനാണ് സംഭവിക്കുന്നത് സിസ്റ്റത്തിൻ്റെ. നെക്സ്റ്റ് പേജിൽ HVDC ട്രാൻസ്മിഷനും അതുപോലെ HVAC ട്രാൻസ്മിഷനും തമ്മിലുള്ള കമ്പാരിസനാണ്. ഇതിൽ ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ ആണെങ്കിൽ ലൈനിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും, വേറെ ഇൻ AC അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിരിക്കും. ഒരു കണ്ടക്ടർ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന പവർ കൺസിഡറബിളി DCയിലായിരിക്കും കുറച്ചും കൂടെ ഹയർ. DC ട്രാൻസ്മിഷനിൽ ചാർജിങ് കറണ്ടിൻ്റെ പ്രോബ്ലം വരുന്നില്ല, വേറെ HVACയിൽ ചാർജിങ് കറണ്ട് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത്തിനെ അത് ബാധിക്കും. പിന്നെ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ DCയിലാണെങ്കിൽ യൂണിഫോം ആണ്, പക്ഷേ ACയിൽ ഡിഫറെൻറ്റ് ഇഫക്ട്സ് ഉണ്ട്, നെഗറ്റീവ് ഇഫക്ട്സ് ലൈക്ക് സ്കിൻ ഇഫക്റ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പവർ ലോസ് ACയിൽ കുറച്ചും കൂടെ മോറായിരിക്കും. ഇങ്ങനത്തെ ഒരു 5-6 പോയിൻറ്റ്സ് നോക്കി വയ്ക്കാം കമ്പാരിസൺ.